ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരേ ടൈമിൽ സെയിം വാട്സപ്പ് രണ്ട് ഫോണുകളിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഒഫീഷ്യലായിട്ടുള്ള ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വാട്സപ്പ് വെബിനെ പറ്റിയിട്ടുമല്ല നമ്മൾ പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെയിം ആയിട്ടുള്ള വാട്സപ്പ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഏത് ഫോണിലാണ് നമുക്ക് പുതിയ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു ഫോൺ എടുക്കുക. അതിനുശേഷം ആ ഒരു ഫോണിലുള്ള വാട്സപ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം വീണ്ടും പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളോട് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യാൻ പറയും. നമ്മൾ ഫോൺ നമ്പർ എൻറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിങ്ക് ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഫോൺ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടുള്ള ഫോൺ എടുക്കുക. ആ ഒരു ഫോൺ എടുത്തതിന് ശേഷം വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ലിങ്ക്ഡ് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പിൻ കോഡ് അടിച്ചിട്ട് നമ്മൾ ഐഡന്റിറ്റി കൺഫേം ചെയ്യണം. അതിനുശേഷം ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള പേജ് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ഈ പുതിയ ഫോണിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യണം. ഞാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ഇൻ എന്ന് കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ പുതിയൊരു ഡിവൈസ് ആഡായി കിടക്കുന്നത് കാണാൻ പറ്റും. Android 13 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു വാട്സപ്പ് എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, രണ്ടിലും സെയിം ആയിട്ടുള്ള വാട്സപ്പ് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഫോണിലും ആ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിന് ഒരു മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ സെയിം മെസ്സേജ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സെയിം വാട്സപ്പ് രണ്ട് ഫോണുകളിലും ഒരേ ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫീച്ചർ വേറെ ആരും ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒറിജിനൽ വാട്സപ്പുള്ള ഫോൺ എടുക്കുക. അതെടുത്തിട്ട് ഫസ്റ്റ് പേജിൽ വന്നാൽ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക്ഡ് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് താഴെ ഒരു ഡിവൈസ് കണക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈസ് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വാട്സപ്പ് വേറെ ആരോ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു ഡിവൈസ് ഇതിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഓപ്പൺ ചെയ്യുമ്പം ഇതിൽ കാണിക്കുന്നത് ലോഗ്ഡ് ഔട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇനിയും ഇതിൽ വാട്സപ്പ് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സെയിം വാട്സപ്പ് രണ്ട് ഫോണുകളിലും ഒരേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്മളറിയാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺലിങ്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.